ഹായ് ഓൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റാണ് പ്രീ മാർക്കറ്റ് എല്ലാവരും സ്വാഗതം. രണ്ടാമത്തെ പ്രാവശ്യമാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം വീഡിയോ എല്ലാം ചെയ്ത് അവസാനം ലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഓഡിയോ കേൾക്കുന്നില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും പറയണം. എന്തൊക്കെ മിസ്സാകുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഇതൊരു പാഠമാണ്. ശ്രദ്ധിച്ചില്ല റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇന്ന് മാർക്കറ്റിൽ ഒരു കൊച്ചു കുഞ്ഞിന് സ്പൂണിനകത്ത് കോരി കൊടുക്കുന്ന അതേ രീതിയിൽ ഉള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്ന്, അല്ലേ? കൃത്യമായിട്ട് നമ്മൾ വരച്ച വരകളൊക്കെ വളരെ മാന്യമായ രീതിയിൽ അത് വർക്ക് ചെയ്തു. അപ്പം നമ്മുടെ ഈ മാർക്കറ്റിൽ രണ്ട് കൂട്ടരുണ്ട്, രണ്ടല്ല മൂന്ന് കൂട്ടർ ആൾക്കാരുണ്ട്, ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മൂന്ന് കൂട്ടർ. അപ്പം ഇന്ന് ഉണ്ടായ ഒന്ന് രണ്ട് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ മൂന്ന് കൂട്ടരുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന മൂന്ന് കൂട്ടരുണ്ട്. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കി ട്രേഡേഴ്സാണ്. റിസ്കി ട്രേഡേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് അവരുടെ റിസ്ക്കും റിവാർഡും ഡിഫൈൻഡ് ആണ്, അല്ലേ? അവരെത്ര ലോസ് സഹിക്കും, എത്ര ലാഭം എന്നുള്ളത് അവർ ഓൾറെഡി നേരത്തെ ഡിഫൈൻ ചെയ്ത് വെക്കും. അതിന് ശേഷമായിരിക്കും അവർ ക്യാൻഡിലുകളെ പറ്റി നല്ലപോലെ അറിയാവുന്നവരായിരിക്കും. ആ ക്യാൻഡിലുകളുടെ സ്ട്രക്ചർ കാണുമ്പോൾ അറിയാം എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നൊക്കെ ഉള്ള കാര്യം കൃത്യമായിട്ട് അറിയണം. അത് കുറച്ച് റിസ്കി ട്രേഡ് കൂടാണ്. ആ റിസ്കിന് കിട്ടുന്ന റിവാർഡും നഷ്ടവും അവർ സഹിക്കാനോ മേടിക്കാനോ തയ്യാറായിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളതാണ് ഒരു കൂട്ടർ. അവരെ റിസ്കി ട്രേഡ് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു കൂട്ടറുണ്ട് സേഫ് ട്രേഡേഴ്സ്, അല്ലെ ബിഗിനേഴ്സ്. അവരെന്താണ്, ഒരു സേഫായിട്ടുള്ളൊരു എൻട്രി പോയിന്റ് കിട്ടുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവരൊരു ട്രേഡിന് എൻട്രി എടുക്കത്തുള്ളൂ, ഇല്ലേ? കൃത്യമായി അവർക്ക് മാന്യമായ പ്രോഫിറ്റ് കിട്ടുമ്പം അവരവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അതാണ് സേഫ് ട്രേഡ്. മൂന്നാമതൊരു കൂട്ടറുണ്ട്, ഇവർ വെറുതെ നോക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ വാച്ച് ചെയ്യും, പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ കുറവുകളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത്. കാരണം ഇവർ ട്രേഡ് ചെയ്യുന്നില്ല. ട്രേഡ് ചെയ്യുന്നെങ്കിലുള്ള ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല. ഇത് ട്രേഡ് ചെയ്യുന്നില്ല, കണ്ണാലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കൂട്ടർ പൈസ ഇല്ലാത്തവരായിരിക്കും, ഒരു കൂട്ടർ പൈസ ഉണ്ടെങ്കിലും അതിങ്ങനെ വെറുതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് പേടിയാണ്, എൻട്രി എടുക്കാനും അവർക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവിടെ അതങ്ങനെ അവിടെ ഇങ്ങനെ എന്ത് പറ്റി, ഇവിടെ ഇങ്ങനെ എന്ത് പറ്റി, ഈ കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരു കൂട്ടർ ആൾക്കാർ. അങ്ങനെ മൂന്ന് കൂട്ടർ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നദിയുടെ ആഴം അറിയണമെന്നുണ്ടെങ്കിൽ നദിയിലോട്ട് ഇറങ്ങാതെ ആഴം അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. നദിയിലോട്ട് ഇറങ്ങി കാലെടുത്ത് വെച്ച് മുന്നോട്ട് ഇച്ചിരി നടന്നെങ്കിൽ മാത്രമേ നദിയുടെ ആഴം എത്രയുണ്ട് എന്നറിയാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? മുന്നോട്ട് പോകുന്നതോറും ആഴം കൂടുതലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് കയറി വരാനുള്ള അവസരം നമുക്കുണ്ട്. ഇല്ലാതെ കരയ്ക്കൊന്ന് എടുത്ത് ചാടുന്നവരോട് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ ഇല്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യം എന്തൊക്കെയോ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വൈകുന്നേരം വീഡിയോയിൽ സംസാരിച്ച കാര്യം, ഇന്ന് രാവിലെ ഞാൻ വോയിസ് ഇട്ട കാര്യം, ഓക്കെ, എല്ലാം നമ്മൾ ക്രോഡീകരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു നമുക്ക് ട്രേഡ് ഉള്ളത് കൂട്ടിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിലാണ്, അല്ലേ? ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞത് ഈ കൂട്ടിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ കൂടിൻ്റെ ബോട്ടോ ടോപ്പ് ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്, അല്ലെ എക്സിറ്റ്, അല്ലെ എൻട്രി പോയിന്റ്, അല്ലേ? ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 24,000 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 24,000 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, 24,063 എന്ന് പറയുന്ന ഓപ്പണിംഗ് റേഞ്ച് ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ബോക്സിൻ്റെ ബോട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കുക. ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളോട്ടാണോ അതോ അവിടെ തട്ടി തിരിച്ചു വരുമോ എന്നുള്ളത് നോക്കി മാത്രം നിങ്ങളൊരു ട്രേഡിനെ പറ്റി പ്ലാൻ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരിയല്ലേ പറഞ്ഞത്? മാർക്കറ്റ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ നിങ്ങൾ ആ ക്യാൻഡിൽ നോക്കിയാൽ അറിയാം, ഏകദേശം ഈ ക്യാൻഡിൽ അളക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 180 പോയിൻറ്റിൻ്റെ കനമുള്ള ഒരു ക്യാൻഡിലാണ് ഈ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സേഫ് ട്രേഡേഴ്സ് എപ്പോഴും ആദ്യത്തെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ. അല്ലാതെ ചാടിക്കറി ട്രേഡ് എടുക്കല്ലേ. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ ട്രേഡ് എടുക്കുന്നത് റിസ്കി ട്രേഡേഴ്സ് ആയിരിക്കും എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 5 മിനിറ്റിൽ 180-200 പോയിൻ്റൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് ഒറ്റ ക്യാൻഡിലെ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ അവസാനിക്കുമ്പോൾ എന്തായാലും കുറച്ച് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒരു ഫുൾ സ്ട്രെങ്തിൽ ക്ലോസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റുള്ള ന്യൂസുകൾ വല്ലതും ഉണ്ടായിരിക്കണം. അപ്പം ആദ്യത്തെ ഈ പറയുന്ന 180 പോയിൻറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം ഒരു 100 പോയിൻറ്റ് ഏകദേശം 173 ഓക്കെ, ഒരു 100 പോയിൻറ്റ് അപ്പിലാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അപ്പം ഇവിടെ റിസ്കി ട്രേഡേഴ്സ് ചാടിക്കയറും. ഇവിടെ നിന്നാണ് അവർക്കറിയാം മാർക്കറ്റ് ഓൾറെഡി ഒരു മൊമെൻറ്റത്തിലാണ് നിൽക്കുന്നത്, മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അവർക്കൂടെ സ്റ്റോപ്പ് ലോസും ഉണ്ട്. ഈ ബോക്സിൻ്റെ
ഈ ബോട്ടം ലൈൻ ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അവർ ട്രേഡിലൂടെ റിസ്കി ട്രേഡ് പ്ലാൻ ചെയ്യും. അങ്ങനെ പ്ലാൻ ചെയ്തവർക്ക് മാന്യമായ രീതിയിൽ ടോപ്പ് വരെ അവർക്ക് കിട്ടിക്കാണും അല്ലേ. അപ്പോൾ ഈ ടോപ്പിൽ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാന്യമായിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പോകാമെന്നുള്ളത്. അപ്പോൾ അതവിടെ പലർക്കും ഡൗട്ട് തോന്നി, സാർ എന്നെ വർത്താനാണ് പറയുന്നത്, ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളെ ഫോളോ ചെയ്യുന്ന 3 കൂട്ടം ആൾക്കാരുണ്ട്. 1 റിസ്കി ട്രേഡേഴ്സ്, 2 സേഫ് ട്രേഡേഴ്സ്, 3 നോക്കിയിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആദ്യത്തെ ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ആൾക്കാർക്ക് അവസരം ഉണ്ടായിരുന്നു ഇല്ലേ. സേഫ് ട്രേഡേഴ്സിനുള്ള അവസരം എവിടെയാണ്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് ഈ ബോക്സിന് ടോപ്പിലെത്തിയാൽ അവിടെ ഇവിടെ ബോട്ടത്തിലെത്തിയാൽ അവിടെ കയറുമ്പോൾ ഒന്ന് സംഭവിക്കുന്നു, ടോപ്പിലെത്തുമ്പോൾ ഒന്ന് സംഭവിക്കുന്നു ഇല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല, ക്ലോസിങ് ആ ബോക്സിനകത്ത് വന്നു. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഉണ്ടായി, ഒരു നല്ല രീതിയിലുള്ള റെഡ് ക്യാൻഡിൽ അവിടെ ഉണ്ടായി. അപ്പോൾ നമുക്കിവിടെ എൻട്രി ഉണ്ട്. എങ്ങനെയാണ് എൻട്രി? നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് ഈ 5 മിനിറ്റ് ഈ ക്യാൻഡിലിൻ്റെ ടോപ്പ് ഇല്ലേ. ഒരു ചെറിയ 5, 8, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചിലപ്പോൾ അടിക്കും, സമ്മതിച്ചു, ഓക്കെ, റിസ്ക് ഇല്ലാതെ നമുക്ക് റിവാർഡ് കിട്ടത്തില്ലല്ലോ. ആ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തവർക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ടായിരുന്നു, എത്ര പേര് നിങ്ങൾ ട്രേഡ് എടുത്തു എന്നുള്ളത്. അപ്പം അത് നമുക്ക് മനസ്സിലാകും. ഒരു സെക്കൻഡ് ഞാൻ അന്നിട്ടോട്ടെ, നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഏകദേശം എത്രയാണ്? 190, 187 പേര് ട്രേഡ് ചെയ്തതിൽ 173 ആൾക്കാരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വെറും 14 പേരാണ് ലോസിൽ ബുക്ക് ചെയ്ത് ഇറങ്ങിയത്. 118 പേര് നോക്കിയിരുന്നു. ഏകദേശം 1000 പേരുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ പലരും പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ ചെയ്യുന്ന പ്രൊഫഷൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടും ജോലി സംബന്ധമായിട്ടും ഒന്നും അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറും ഉണ്ട്. അപ്പം ഇതിൽ പോൾ ചെയ്തവരിൽ നോക്കിക്കാൻ മനസ്സിലാകും 173 പേരും പ്രോഫിറ്റിലിറങ്ങി. അപ്പം കൃത്യമായി എൻട്രി എടുക്കാൻ നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ കാത്തിരുന്ന് എൻട്രി എടുത്ത് മാന്യമായ രീതിയിൽ ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചു എന്നാണ് ഈ പോളിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ അത് തന്നെ നിങ്ങൾ മുന്നോട്ടും തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ മുകളിൽ പോയി വീണ്ടും തിരിച്ച് നമ്മുടെ കൂടിൻ്റെ ബോട്ടം എത്തി, വീണ്ടും തിരിച്ച് കയറി, വീണ്ടും തിരിച്ചിവിടെ വന്ന് ശക്തമായ രീതിയിൽ ഒരു നല്ലൊരു ബോക്സ് ബ്രേക്ക് ചെയ്ത് നേരെ താഴെ പോയി 24,000 വീണ്ടും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി ഇല്ലേ. ഞാൻ പറഞ്ഞു 24,000 നമുക്ക് തലവരെയായിട്ട് ആക്ട് ചെയ്യും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 24,000 നമുക്ക് ഒരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇപ്പം നമ്മുടെ കൂടിനും 24,000-നും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നാളെയും നമ്മൾക്ക് നോക്കാനുള്ളത് 24,000 നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാളെയും നമുക്ക് വീക്ഷിക്കാനുള്ളത്. അങ്ങനെ 24 നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഈ ബോക്സ് ഇപ്പോഴും വാലിഡാണ്. ഈ ബോക്സ് കഴിഞ്ഞ ഏകദേശം 10-20 ദിവസം കൊണ്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഏകദേശം 10-20 ദിവസം കൊണ്ട് ഈ ബോക്സ് നമ്മൾ പിന്തുടരുകയാണ് അല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 20-ാം തീയതി ആണെന്ന് തോന്നുന്നു. 20-ാം തീയതിയോടെ മുതലാണ് നമ്മൾ ഈ ബോക്സ് ഫോളോ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇപ്പം ഇന്ന് മെയ് 5 ആയി, ഇപ്പോഴും ഈ ബോക്സ് എപ്പോഴാണ് ഇൻവാലിഡ് ആണെന്നറിയാമോ? ഈ ബോക്സ് ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,340 മുകളിൽ 24,340 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബോക്സ് ഇൻവാലിഡ് ആകത്തുള്ളൂ. അതുവരെ നമ്മുടെ മാർക്കറ്റിൽ ഈ ബോക്സ് വാലിഡായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്, മാർക്കറ്റിനെ ഇന്ന് കൊണ്ടുപോയത് ആരെന്നറിയാം? മാർക്കറ്റിനെ ഇന്ന് നിലനിർത്തിയത് നമ്മുടെ റിലയൻസ് മാത്രമാണ്. റിലയൻസ് ഒരാളാണ് മാർക്കറ്റിനെ ഇങ്ങനൊരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ നിർത്തിയത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം നമ്മൾ റിലയൻസിനെ പറ്റി സംസാരിച്ചായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു ലെവൽ പറഞ്ഞായിരുന്നില്ലേ? ആ ലെവൽ എവിടെയാണ്? ഇതായിരുന്നു അതിൻ്റെ ലെവൽ, 1323 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് അല്ലേ. ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു പോയിന്റ് വളരെ ശക്തമായ ഒരു സപ്പോർട്ടാണ്. ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് കിട്ടും റിലയൻസിലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ നല്ല രീതിയിൽ റിലയൻസ് അവിടെ ഒരു ജൈത്രയാത്രയാണ് പോയത്. ആ ജൈത്രയാത്ര നല്ല രീതിയിൽ ഏകദേശം 10-200 പോയിൻറ്റിനടുത്ത് റിലയൻസ് റാലി ചെയ്ത് ആ റിലയൻസിൻ്റെ ഒറ്റ ബലത്തിനുണ്ട്. ബാക്കി ആരുമില്ല. HDFC ഒക്കെ നോക്കി, HDFC, ICICI, കോട്ടക്, ആക്സിസ്, SBI എല്ലാവരും, ഇൻഫി, TCS എല്ലാം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ്. എല്ലാവരും ഫ്ലാറ്റ് നോട്ടിലും TCS, ഇൻഫിയൊക്കെ ചെറിയ നെഗറ്റീവിലുമാണ്. ഇപ്പോൾ നമ്മൾ ബാങ്ക് നോക്കിയാൽ മനസ്സിലാകും, ബാങ്ക് വെറും ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. 15 പോയിൻറ്റിലാണ് ബാങ്ക് നിഫ്റ്റി
ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിഫ്റ്റി മാത്രം റിലയൻസിൻ്റെ ബലത്തിലാണ് ഇത്രയും പോസിറ്റീവ്നെസ് കാണിച്ചത്. ബാക്കി എല്ലാവരും ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് നാളെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ 24,000 നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 24,000 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രൈസ് ആക്ഷൻ പ്രകാരമായിരിക്കും. നാളെ എക്സ്പയറി ഡേ ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൊണ്ട് ട്രേഡ് ചെയ്യുക. നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാവൂ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ലെവലുകളൊക്കെ തന്നിട്ടുണ്ട്. ആ ലെവലുകളൊക്കെ വെരി ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് മിഡ് ക്യാപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിഡ് ക്യാപ്പിൻ്റെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കായ ബി എസ് സി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏകദേശം 1000 പോയിൻ്റ് റാലി ചെയ്തു. 1000 പോയിൻ്റ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ബി എസ് സി റാലി ചെയ്തു. അപ്പോൾ ബി എസ് സി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്, മിഡ് ക്യാപ്പിലെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്. അതിൻ്റെ ബലത്തിലാണ് മിഡ് ക്യാപ്പ് ഇങ്ങനെ തുടരെ മുകളിലോട്ട് പോകുന്നത്. അപ്പം ബി എസ് സിയിലാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എല്ലാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ കാര്യം അധോഗതിയാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടെ ഈ മിഡ് ക്യാപ്പിനെ സപ്പോർട്ട് ചെയ്തെങ്കിലേ മിഡ് ക്യാപ്പ് നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ലെവലുകളൊക്കെ കൃത്യമാണ്. നമ്മൾ വരച്ച ലെവലുകളൊക്കെ വളരെ മാന്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 13,942 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 14,118 കിട്ടും. പക്ഷേ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ ബി എസ് സിയെ നോക്കി വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ലെവലുകൾ, കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെപ്പോഴും നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ന്യായത്തിൻ്റെ കാര്യം പറയുമ്പം നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ അങ്ങനെ ഞങ്ങളിങ്ങനെ ന്യായം കാണിച്ച് 10-15 പോയിൻ്റ് കിട്ടി ഞങ്ങൾ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണ്ടുണ്ടായ നഷ്ടങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ നികത്തും എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് പണ്ടുണ്ടായ നഷ്ടം നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായതാണ്. ശരിയല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആറ്റിൻ്റെ കരയിൽ നിന്നിട്ട് എടുത്ത് ചാടി നിലയില്ലാ കയത്തിൽ ചാടി ഉണ്ടായ നഷ്ടമാണ്, ഇല്ലേ? പതുക്കെ നടന്നിറങ്ങി ആഴം നോക്കി നടന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. പക്ഷേ ആരൊക്കെയോ പറഞ്ഞു ആഴം കുറവാണ്, ചാടിക്കോ, സേഫാണെന്ന് പറഞ്ഞു. അതിൻ്റെ ബലത്തിൽ ആൾക്കാരുടെ വാക്ക് കേട്ട് നിങ്ങൾ ചാടി നിലയില്ലാ കയത്തിൽ വീണു, വെള്ളം കുടിച്ചു, എങ്ങനെയൊക്കെയോ കരയ്ക്ക് ജീവനോട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പം അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഞാൻ എപ്പോഴും നിങ്ങളോട് എന്നെ പണ്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നേരത്തെ മുതലേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ആയുധം പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ 2 കാലിൽ ആദ്യം നിൽക്കാൻ പഠിക്കണം. 2 കാലം നിന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഏതായുധമായാലും, തോക്കായാലും വാളായാലും പരിചയമായാലും കുന്തമായാലും എന്ത് കുണ്ടാമണ്ടിയാണെങ്കിലും നിങ്ങൾക്കത് പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ 2 കാലം നിലത്തുറപ്പിച്ച് നിൽക്കണം. എത്ര നേരം നിങ്ങൾക്ക് വായുവിൽ നിൽക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇല്ല. അപ്പം പണ്ടില്ല മാമാങ്കം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, സ്കൂളിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, മാമാങ്കം. അപ്പം ഒരു ചാവേറ് നേരെ ഇങ്ങനെ അങ്ങ് പോവാണ്, മാക്സിമം വെട്ടി അങ്ങ് അറ്റത്ത് വരെ ചെല്ലണം. അപ്പോൾ ഇവൻ വായുവിലൂടെ ചുഴഞ്ഞ് കയറിയാണ് ഈ പോകുന്നത്. എത്ര നേരം ഇദ്ദേഹത്തിന് വായു നിൽക്കാൻ പറ്റും? താഴെ നിന്നേ ഒക്കത്തുള്ളൂ. താഴെ നിൽക്കുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യും? ആളെ വെട്ടിയിടും. കഥ നമ്മൾ 80s ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ മാമാങ്കത്തിൻ്റെ കഥ ഓർമ്മ വരും, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് വായുവിൽ നിൽക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ പറഞ്ഞത്? അപ്പം അതുകൊണ്ട് നിലത്ത് നിന്ന് ആയുധം പ്രയോഗിക്കാൻ പഠിക്കുക. പഠിച്ചതിന് ശേഷം പതുക്കെ ശത്രുവിനെ പതുക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്ന് നിഗ്രഹിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പഴയ കടങ്ങളോടൊക്കെ വീട്ടാൻ പറ്റത്തുള്ളൂ. ആദ്യം നിലവിൽ സ്വയരക്ഷ ആദ്യം പരിശീലിക്കുക. സ്വയരക്ഷ പരിശീലിച്ചതിന് ശേഷം മാത്രം പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യുന്നു? ശത്രുവിനെ വെട്ടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അതിനുള്ള പ്രാപ്തി നമ്മൾ നേടുമ്പം നമ്മുടെ കടങ്ങളൊക്കെ, പഴയ കടങ്ങൾ, പരുത്തി വെച്ച കടങ്ങളൊക്കെ വീട്ടാൻ നിങ്ങൾ പ്രാപ്തരാകും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യായം എന്ന കോൺസെപ്റ്റ് വേറെ ആരും പഠിപ്പിക്കുന്നില്ല. പലരും ഞാൻ ഈ ന്യായം ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ച് തള്ളി. പലരും എന്നെ പറഞ്ഞു, കിട്ടുമ്പോഴല്ലേ കിട്ടത്തുള്ളൂ എന്ന് പലരും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം അത് ഒക്കെ സത്യമാണെന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്നും സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരുന്ന ധാരാളം ആൾക്കാർ, സ്ഥിരമായിട്ട് അയക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പം ഞാനതൊന്നും എൻ്റെ ക്രെഡിറ്റായിട്ട് പറയുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യായം എന്ന കൺസെപ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ജോലി കാര്യങ്ങളിലും നിങ്ങൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾ ഈ ന്യായം എന്ന കൺസെപ്റ്റ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലനിന്ന് പോവാം. വലിയ എന്താ പറയുന്നത്, കോടീശ്വരനൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും അന്നേക്കുള്ള അന്നം കിട്ടാനുള്ള വക ഇത് തരും. അല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സാലറിയുടെ കിട്ടാനുള്ള വക ഇത് തരും. ന്യായമായിട്ട് നിങ്ങളിതിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നാളെ എക്സ്പയറി ഡേ ആണ്. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.